ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് സഭാമാതാവ് നമുക്കിന്ന് ധ്യാനത്തിനായി നൽകിയിരിക്കുന്ന വിഷയം. ചുങ്കപ്പിരിവും ചൂതുകളിയും ചിതലരിച്ച ഇന്നലകളാണെന്ന വിചാരമൊന്നും മനുഷ്യന് വേണ്ട. പഴയ രീതിയല്ലെങ്കിലും ചുറ്റുവട്ടങ്ങളിൽ ചൂളം വിളിച്ചും ചിഹ്നം വിളിച്ചും പിഴിഞ്ഞെടുക്കുന്നതും കട്ടെടുക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. പുതിയ തോൽക്കുടങ്ങളിലാക്കിയ പഴയ വീഞ്ഞുകൾ. ഇന്നത്തെ സുവിശേഷത്തിൽ ലേവിയെ വിളിക്കുന്ന ക്രിസ്തുവിനെ നാം കണ്ടുമുട്ടുന്നു. എന്നെ അനുഗമിക്കുക എന്ന വാക്കിൽ ചുങ്കക്കാരനായ അയാൾ എല്ലാം ഉപേക്ഷിച്ചു എന്ന് വചനം കോറിയിടുമ്പോൾ വല്ലാതെ നൊമ്പരപ്പെടേണ്ടതുണ്ട്. ഞാൻ നിന്നെ അനുഗമിക്കുമ്പോഴും ഒന്നും ഉപേക്ഷിക്കാനാകുന്നില്ലല്ലോ എന്ന ഖേദം കരയിപ്പിക്കേണ്ടതുണ്ട്. സകല അപരാധങ്ങളും പുറത്ത് ലേവിയോടൊത്ത് വിരുന്നിനിരിക്കുമ്പോൾ ലേവി വിളമ്പിയതൊക്കെ ഒരുപക്ഷെ കരഞ്ഞുകൊണ്ടാകണം. ദൈവമേ, ഇതുമെൻ്റെ കട്ടെടുക്കലിൻ്റെ കള്ളത്തരത്തിൽ നിന്നാണല്ലോ എന്ന് പരിഭവപ്പെട്ട് കാണണം. ആ കണ്ണുനീര് മാത്രം മതി അയാൾ ശുദ്ധനാകാൻ. വിളിച്ചുണർത്താൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചില ചുങ്കക്കാരെങ്കിലും കണ്ണു തുറന്നേനെ. എന്നാൽ ഉറക്കം നടിക്കുന്നവർക്ക് കാഹളം പോലും വെഞ്ചാമരമായേ തോന്നൂ. അപ്പോൾ വിളിച്ചുണർത്തുന്ന ദൈവത്തിനു മുന്നിൽ ഉണരുക അനിവാര്യമാണ്. അപ്പോഴും ഈ ഉണർവ് സകലർക്കുമായി ദൈവം വിഭജിച്ച് നൽകുന്ന സ്വാതന്ത്ര്യവുമാണ്. അല്ലായിരുന്നെങ്കിൽ അവനോടൊപ്പം വിരുന്നിനിരുന്ന സകല ചുങ്കക്കാരും മിഴി തുറക്കേണ്ടതല്ലേ. ലേവി ഉണർവ് വന്ന ഒരു മനുഷ്യനാണ്. അവിടുത്തെ ക്ഷണത്തിനു മുന്നിൽ ഒരു കുഞ്ഞിനെപ്പോലെ ഇറങ്ങി നടന്നയാൾ. ക്രിസ്തുവിനെപ്പോലെ ഒരു വിരുന്നുകൊണ്ട് സകലരുടെയും മിഴി തുറന്നയാൾ. ജീവിതത്തെ ഉണർത്തിയെടുക്കാൻ അയാൾ വിളമ്പുന്ന വിരുന്നിൻ്റെ ഓരത്തിരുന്ന് എനിക്കും ഭക്ഷിക്കാനാകണം. നീണ്ട മയക്കത്തിലേക്ക് തുടരാനല്ല, പിന്തുടരേണ്ട കാൽപാദത്തിൽ തൊട്ടുടരാൻ. ചുറ്റുമുള്ളവർ പാപിയെന്നും പാപിനിയെന്നും അടക്കം പറഞ്ഞാലും അതെൻ്റെ ഇന്നലകളാണെന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞ പോലെ ഉത്ഥാനം ചെയ്യാം. അവിടുന്ന് തിരഞ്ഞിറങ്ങിയവരൊക്കെ ചുറ്റിലുമുണ്ട്. ആ കൂട്ടത്തിൽ ഈ ഞാനുമുണ്ട്. അവിടുന്നത് കാണുന്നുമുണ്ട്. എന്നാൽ അവിടുത്തെ കാണുന്നുണ്ടോ എന്ന ചോദ്യം ബാക്കിയാകുന്നു. കേൾക്കുന്നുണ്ടോ എന്ന ചോദ്യം നൊമ്പരമാകുന്നു. ജീവിതം കൊണ്ട് അവന് വിരുന്നൊരുക്കിയില്ലെങ്കിലും അവനൊരുക്കുന്ന വിരുന്നിൽ അവിടുത്തെ ഒറ്റയ്ക്കാക്കാതിരുന്നെങ്കിൽ. ഒരിക്കൽ മോഷണ വസ്തുക്കളുമായി വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ കപ്പേളയിൽ കയറി കത്ത മുതലിൽ നിന്ന് ഒരു സ്വർണ്ണ നാണയം കാണിക്കയായി നൽകി. ശേഷം വീട്ടിൽ ചെന്ന് പട്ടുമെത്തയിൽ ഉറങ്ങാൻ കിടന്നു. എന്നാൽ അയാൾക്ക് ഉറക്കം വന്നില്ല. ആമേൻ.